ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട് ഓണത്തിന്റെ വിഭവമായിട്ട്. എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ ചിങ്ങമാസം പിറന്നു, എല്ലാവരും ഓണത്തിൻ്റെതായ തിരക്കിലായിരിക്കും. എന്തായാലും ഈ വർഷം ഓണമൊക്കെ ചെറുതായിട്ട് എല്ലാവർക്കും ഒരു വിഷമാണ്. അതൊന്നും നമ്മൾ ഇതാക്കണ്ട. നമുക്ക് എന്തായാലും ഉള്ളത് വെച്ചിട്ട് സന്തോഷമായിട്ടിരിക്കാം. ടേസ്റ്റി ട്യൂൺസും നിങ്ങളോടൊപ്പം ഓരോ വിഭവങ്ങളും വെച്ച് പായസവും കറികളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഇഞ്ചിപ്പുളിയാണ്. ഇഞ്ചിപ്പുളി വിവിധ സ്ഥലങ്ങളിൽ പലതരത്തിലൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക. ഞാൻ എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കുന്ന ഇഞ്ചിപ്പുളി നിങ്ങളെ കാണിക്കാം. ഒരു ടേസ്റ്റി ആയിട്ടുള്ള മധുരവും പുളിയും ഒക്കെ ചേർന്നൊരു ഇഞ്ചിപ്പുളി. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് ഇഞ്ചിപ്പുളിക്ക് ആവശ്യമായിട്ട് വേണ്ടത് മെയിനായിട്ട് പുളി, ശർക്കര, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് ചുവന്നുള്ളിയും വേണം. ഒരു 3 അച്ച് ശർക്കര മതി. പിന്നെ ഇഞ്ചി ഒരു 200 ഗ്രാം, ഒരു 100 ഗ്രാമോളം പുളിയുണ്ട്. പിന്നെ പാൻ ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചിയാണ് ആദ്യം ചേർക്കേണ്ടത്. നമുക്ക് ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പം ചോപ്പറിൽ അരിഞ്ഞതാണ്, അതുകൊണ്ട് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇഞ്ചി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ നല്ല മൊരിഞ്ഞ് വരുന്ന പോലെയൊന്നും വറുക്കണ്ട കേട്ടോ. ഒന്ന് കുറച്ചൊരു സമയം, ഒരു ആ പച്ച കുത്തൊക്കെ പോകുന്ന അതുപോലെ അങ്ങനെ ഒന്ന് വറുത്തെടുത്താൽ മതി. അങ്ങനെ മൊരിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല. അതാ ഇപ്പോൾ ഏകദേശം ഒരു കുറച്ച് പച്ചക്കുത്തൊക്കെ മാറി ഇതായിട്ടുണ്ട്. അതിലേക്ക് പൊടിയായി അരിഞ്ഞ, ചോപ്പറിൽ തന്നെ ഞാൻ അരിഞ്ഞത്, ചുവന്നുള്ളിയും പച്ചമുളകും ഒരുമിച്ച് പൊടിയായിട്ട് അരിഞ്ഞത് ഇടുക. എല്ലാവരും ചുവന്നുള്ളി അങ്ങനെ ചേർക്കാറില്ല, പക്ഷെ എൻ്റെ ഇതിൽ ഞാൻ ചുവന്നുള്ളി കുറച്ച് ചേർക്കും. അതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചുവന്നുള്ളി ഒരു 5-10 എണ്ണം എടുത്താൽ മതി കേട്ടോ, അതിനത്ര വലിയ അളവൊന്നുമില്ല. അങ്ങനെ നന്നായിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. അങ്ങനെ ഉപ്പ് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ടത് പുളിയാണ്. പുളി ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചെടുത്തതാണ്. ആ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് തിളയ്ക്കണം. ഈ പുളിവെള്ളവും ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു സാധനങ്ങളും കൂടി ചേർക്കുന്നുണ്ട്. അത് ഞാൻ ഇൻഗ്രീഡിയൻസിൽ കാണിച്ചിട്ടില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, കുറച്ച് കറിവേപ്പില ഇടാം. പിന്നെ നമുക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർക്കാം, ഒരു ശകലം മതി. അതുപോലെ കുറച്ച് കായപ്പൊടിയും ചേർക്കാം. അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു നല്ല തിള വരുന്ന സമയത്ത് നമ്മൾ ശർക്കര ഉരുക്കി അരിച്ചതും കൂടെ ചേർത്ത് ഈ പുളിവെള്ളത്തിൻ്റെ ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിക്കണമെങ്കിൽ. അങ്ങനെ നന്നായിട്ട് തിളച്ച് വറ്റി വരണം, കുറുകി വരണം. അങ്ങനെ നമ്മുടെ ഇഞ്ചിപ്പുളി നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല കുറുകിയ നല്ല പരുവത്തിലായിട്ടുണ്ട്. ഇഞ്ചിപ്പുളി റെഡിയായി. അങ്ങനെ ഞാനിത് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാണ്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഇഞ്ചിപ്പുളിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത് 1-2 ആഴ്ചയൊക്കെ കേടുകൂടാണ്ടിരിക്കും. അപ്പോൾ ഈ ഓണത്തിന് ടേസ്റ്റി ക്യൂൻസിൽ ഞാൻ ഉണ്ടാക്കിയ ഇഞ്ചിപ്പുളി നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ തന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എപ്പോഴും ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ എല്ലാവിധ ഓണാശംസകളും അഡ്വാൻസായിട്ട് ഹാപ്പി ഓണം.